ക്ഷേത്രസന്നിധി. നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്രസന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രസന്നിധി. എറണാകുളം ജില്ലയിൽ പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആലുവ പെരുമ്പാവൂർ KSRTC റോഡിൽ മാറമ്പിള്ളി എന്ന സ്ഥലത്ത് നിന്ന് ശ്രീമൂലം പാലം കടന്നാൽ ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അങ്കമാലിയിൽ നിന്ന് കാലടി കാഞ്ഞൂർ വഴിയും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചതുർബാഹുവായ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തോടെ സന്താന ഗോപാല മൂർത്തി ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി വാണരുളുന്ന ശ്രീകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകൃഷ്ണനെ കൂടാതെ ഉപപ്രതിഷ്ഠയായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിൻ്റെ വലതുഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി മഹാദേവനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി നാഗരാജാവ്, നാഗയക്ഷി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രവും ഈ ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ക്ഷേത്രങ്ങളുടെ ഉത്ഭവകാലം മുതൽ തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് നേരെ മുമ്പിലായി നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ദർശന സൗഭാഗ്യം ലഭിക്കൂ എന്നുള്ളതാണ് വിശ്വാസം. തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രവും ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നേരെ മുൻപിൽ ഇരവിപുരം ശ്രീകൃഷ്ണൻ കുടികൊള്ളാൻ കാരണം എന്താണ്? ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളാരപ്പള്ളി എന്ന ഈ പ്രദേശത്ത് പ്രബലമായ രണ്ട് മനകളുണ്ടായിരുന്നു. പെരിയാറിൻ്റെ തീരത്തുള്ള അകവൂർ മനയും കുറച്ച് വടക്ക് മാറിയുള്ള കുട്ടമനയുമായിരുന്നു പ്രബലമായ ആ രണ്ട് മനകൾ. കുട്ടമന കാലാന്തരത്തിൽ സന്തതി പരമ്പരകളില്ലാതെ അന്യം നിന്നുപോയി. രാജഭരണം നിലനിന്നിരുന്ന അക്കാലത്ത് ഏതെങ്കിലും ഒരു മന അന്യം നിന്ന് പോയാൽ ആ മനയുടെ സ്വത്തുക്കളും ക്ഷേത്രവകകളും അടുത്തുള്ള മറ്റൊരു മനയെ ഏൽപ്പിക്കുകയാണ് പതിവ്. അപ്രകാരം കുട്ടമനയുടെ സ്വത്തുവകകൾ അകവൂർ മനയ്ക്ക് അവകാശപ്പെട്ടതായി. കുട്ടമനയുടെ സമീപത്ത് തെക്ക് ഭാഗത്തായി ബലിക്കൽപ്പരയും ചുറ്റമ്പലവും മതിൽക്കെട്ടോട് കൂടിയതുമായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളും ഗംഭീരമായി നടത്തി വന്നിരുന്നു. കുട്ടമന അന്യം നിന്ന ശേഷം ഈ ക്ഷേത്രവും അകവൂർ മനക്കാർക്ക് അവകാശപ്പെട്ടതായി. അങ്ങനെ ആ കാലഘട്ടത്തിൽ അകവൂർ മനക്കിലെ കുടുംബാംഗങ്ങൾക്കും സമീപവാസികൾക്കും സന്താന ലബ്ധിക്കുറവും കഷ്ടാരിഷ്ടതകളും രോഗങ്ങളും അപമൃത്യുവും സാമ്പത്തിക നഷ്ടങ്ങളും വന്നുയർന്നു. ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനായി അകവൂർ മനയിലെ മുതിർന്ന കാരണവർ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഉപാസിക്കുകയും ഉപാസനയിൽ സംതൃപ്തനായ ശ്രീ ഗുരുവായൂരപ്പൻ കാരണവരോട് അഷ്ടമംഗല പ്രശ്നം വെച്ചാൽ എല്ലാം അഷ്ടമംഗലത്തിൽ തെളിയുമെന്ന് അരുൾ ചെയ്തു. അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കിയ മുതിർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി വാണരുളുന്ന ശ്രീ മഹാദേവന്റെ വലതുഭാഗത്ത് താമസിക്കുന്നത് ബ്രാഹ്മണ കുടുംബങ്ങൾക്കും സമീപവാസികൾക്കും അഭികാമ്യമല്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. അതുമൂലമാണ് തൻ്റെ കുടുംബത്തിലും സമീപവാസികൾക്കും ദുരിതങ്ങൾ ഉണ്ടാകുന്നതെന്ന് അകവൂർ മനയിലെ ആ മുതിർന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ മനസ്സിലാക്കി. പണ്ട് കാലത്ത് കുട്ടമന ഇല്ലത്തെ മുതിർന്ന കാരണവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജന ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു. ഇല്ലത്തേക്ക് തിരിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠനെ തേജസ്വിയായ ഒരു ബാലൻ അനുഗമിച്ച് ഇല്ലത്തെത്തി. ഇല്ലത്തെത്തിയ ശേഷം ആ ബാലൻ തെക്കോട്ട് തിരിഞ്ഞ് അപ്രത്യക്ഷനായി. തന്നെ പിന്തുടർന്ന
തേജസ്വിയായ ആ ബാലൻ സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കിയ കാരണവർ ഇല്ലത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തി. ആ ക്ഷേത്രമാണ് കുട്ടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമെന്ന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു. കുട്ടമന ഇല്ലം അന്യം നിന്നു പോയതിനാൽ അകവൂർ മനയ്ക്ക് അധീനതയിലുള്ള ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രശ്നവിധി പ്രകാരം പൂർവാധികം ഭംഗിയായി തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് നേർദിശയിലും അകവൂർ മനയുടെ വടക്കു ഭാഗത്തായി പുതിയൊരു ക്ഷേത്രം പണി കഴിപ്പിച്ച് താന്ത്രിക കർമ്മങ്ങളെല്ലാം ചെയ്ത് കുട്ടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അതേ ബിംബം ഇവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്നും അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞു. അകവൂർ മനയിലെ കാരണവർ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ തെളിഞ്ഞതുപോലെ ക്ഷേത്രം പണി കഴിപ്പിച്ച് കുട്ടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ബിംബം തിരുവരായണിക്കുളം മഹാദേവന്റെ നേർദിശയിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് ഇരവിപുരം ശ്രീകൃഷ്ണനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ച അകവൂർ മനക്കാരുടെയും സമീപവാസികളുടെയും ദുരിതങ്ങൾ എല്ലാം തീരുകയും സന്താനലബ്ധിയും മറ്റെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഇടവരുകയും ചെയ്തു. അങ്ങനെ സർവൈശ്വര്യദായകനായ ചതുർബാഹുവായ മഹാവിഷ്ണു ഗുരുവായൂരപ്പന്റെ ചൈതന്യത്തോടെ സന്താന ഗോപാലമൂർത്തി ഭാവത്തിൽ ഇരവിപുരം ശ്രീകൃഷ്ണനായി ഇവിടെ വാണരുന്നു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി രൗദ്രഭാവത്തിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. ഈ രൗദ്രഭാവത്തെ ശാന്തഭാവം വരുത്തി സമീപവാസികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും തൻ്റെ ഭക്തജനങ്ങളെ ദുർനിമിത്തങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് ഇരവിപുരം ശ്രീകൃഷ്ണൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇരവിപുരം ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ള വഴിപാടുകളിൽ പെട്ടതാണ് തൊട്ടിൽ നടക്കി വയ്ക്കൽ. സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ സന്താന ശ്രേയസ്സിനും ഇതിന് രണ്ടിനും വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ഈ തൊട്ടിൽ നടക്കി വയ്ക്കൽ. അതുപോലെ തൃക്കൈവെണ്ണ, അതുപോലെ തിരുമുടിമാല, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്താനങ്ങൾക്ക് ശ്രേയസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടും അല്പം ബുദ്ധിക്കൊക്കെ കുറവുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലാണ്ട് വരുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഈ തിരുമുടിമാലയൊക്കെ നടക്കി വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഈ തൃക്കൈവെണ്ണ, അതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ അതിലുപരി സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ തിരുവോണ പൂജ, തിരുവോണ ഊട്ടമൊക്കെ. വിവാഹം കഴിഞ്ഞ് അനവധി വർഷമായിട്ട് സന്താനങ്ങളില്ലാതിരുന്നിട്ട് ഈ തിരുവോണ പൂജയിൽ നടത്തി അതുപോലെ തന്നെ ഇവിടുന്ന് നെയ്യ് ജപിച്ചു കൊടുക്കും. ആ നെയ്യ് കഴിക്കലും ഈ തിരുവോണ പൂജയൊക്കെ കഴിച്ച് ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ആ സന്താന ശ്രേയസ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം, അത് അനവധി അനുഭവങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു 8-10 പേരുടെ കാര്യം എനിക്കറിയാം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 23 വർഷം ആയിട്ടും സന്താനങ്ങളില്ല. അപ്പോൾ അവർ ആധുനിക ചികിത്സകൾ, ഇപ്പോൾ ആധുനിക ചികിത്സാ രീതികൾ പലതുമുണ്ട്. അങ്ങനെയുള്ള ചികിത്സാ രീതികൾ നടത്തിയിട്ടും അവർക്ക് ആ സന്താന ലബ്ധി വരാതിരുന്നിട്ട് ഇവിടെ ആ തിരുവോണ പൂജയും ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് ഒറ്റ പ്രസവത്തിൽ തന്നെ 2 കുട്ടികളായിട്ട്, അത് എപ്പോഴും ഈ ഒരു 2 മാസം മുമ്പാണ് ഇവിടെ കൊണ്ട് ചോറ് കൊടുക്കലൊക്കെ ഉണ്ടായത്. അത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സന്താന ലബ്ധി എന്നുള്ളത്. പിന്നെ ക്ഷേത്രത്തിൽ വളരെ ചൈതന്യം
ആ ചൈതന്യത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച്, ഇപ്പോൾ ഇവിടെ നാഴിയും പിടി ഇങ്ങനെയൊരു വഴിപാട്, അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ നടക്കെ നാഴിയും പിടി അളന്നു കഴിഞ്ഞാൽ സാമാന്യ രീതിക്ക് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ ആ കാര്യം ഭംഗിയായിട്ട് വരും. അതിലൊരു അനുഭവസ്ഥൻ ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു കാര്യം ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അതൊരു 3 മാസം കൊണ്ട് എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ വന്നൊരു കാര്യമാണ്. അതൊരു വിധം നല്ലൊരു വഴിപാടായിട്ട് വരുന്നൊരു കാര്യമാണ്. ആ വഴിപാട് കഴിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ്. കാരണം ഇവിടുത്തെ പാൽപ്പായസത്തിനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെ പാൽപ്പായസം വെച്ചാലും അത് നന്നാവും. ഇപ്പോൾ അതിൽ പാല് കുറവാണോ അല്ലെങ്കിൽ പഞ്ചസാര കുറവാണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയാലും പാൽപ്പായസം നന്നാവും. നമുക്ക് ദാരിദ്ര്യ ദുഃഖം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനമായിട്ടുള്ളതാണ് ബുധനാഴ്ച ദിവസം അവൽ നിവേദ്യം ഇവിടെ പ്രസിദ്ധമായിട്ട് തന്നെയുണ്ട്. അനവധി ആളുകൾ വന്ന് വൈകുന്നേരത്തെ നേരമാണ് കൂടുതലും ആളുകൾ വന്നത് നേദിക്കുകയും ഇതൊക്കെ ഉള്ളത്. രോഗശാന്തിക്ക് ഇവിടെ ധന്വന്തരി മന്ത്ര അർച്ചനയുണ്ട്. അതുപോലെ തന്നെ രോഗശമന സൂക്തം കൊണ്ടുള്ള അർച്ചനയുണ്ട്. ഇത് രണ്ടും വളരെ വിശേഷമായിട്ടുള്ളതാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വഴിപാടാണ് ഓടക്കുഴൽ നടക്കി വയ്ക്കൽ. ഉപപ്രതിഷ്ഠ എന്നുള്ള നിലയിൽ ശിവന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നെയ്വിളക്ക്. ശിവന് നമ്മൾ പൂജയില്ല, നിവേദ്യമുള്ളൂ. ഉപദേവ പ്രതിഷ്ഠയായതുകൊണ്ട് നിവേദ്യമുള്ളൂ, അതുകൊണ്ട് ധാരയില്ല. ഗണപതിക്ക് ഒറ്റയപ്പം പ്രധാനമായിട്ടുള്ളൊരു വഴിപാടാണ്. അപ്പോൾ പലരുടെ അനുഭവത്തിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോവുക. അങ്ങനെ മറന്നു പോയി കഴിഞ്ഞാൽ ഗണപതിക്ക് ഒരു ഒറ്റയപ്പം വഴിപാട് വിചാരിച്ചാൽ ആ സാധനം കണ്ടു കിട്ടും. അനുഭവത്തിൽ പലരും പറയുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ ഒരാഴ്ചയിലൊരു വഴിപാട് കഴിച്ച ഒരാൾ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വഴിപാട് കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശാന്തി എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് ചോദിക്കും, എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം. അപ്പോഴാണ് അവരുടെ അനുഭവമാണ് അവർ പറയണത്. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കാണാണ്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കിട്ടാനായിട്ട് അങ്ങനെ ഒരു വഴിപാട് കഴിച്ച് കഴിഞ്ഞാൽ അത് ആ കാര്യത്തിലേക്ക് സാധിക്കുന്നു. സാധാരണ സർപ്പക്കാവിൽ നാഗരാജാവ്, നാഗേക്ഷി, അഖില സർപ്പം എന്നുള്ള സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ എങ്കിലും ഈ അഷ്ടനാഗസിദ്ധിയോട് കൂടിയിട്ടാണ് കന്നിമാസത്തിലായില്യം. അതാണ് വളരെ പ്രസിദ്ധമായിട്ട്. അന്നേ ദിവസമാണ് ഇവിടെ ഉപ്പും ചേനയും നടക്കൽ വയ്ക്കൽ, അതുപോലെ തന്നെ നീരും പാലും കദളിപ്പഴ നിവേദ്യം ഒക്കെ വളരെ പ്രധാനമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, പൊതുവെ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ വിശേഷമാണത് ഈ ഉപ്പും ചേനയും നടക്കി വയ്ക്കൽ. അത് ഈ കന്നിമാസത്തിലാണ്. ആ കന്നിമാസത്തിലായില്യത്തിന് മാത്രമേ നമുക്കത് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ കാവോട് കൂടിയിട്ട്, ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠ ഉണ്ടെങ്കിലും കാവോട് കൂടിയിട്ട് സർപ്പപ്രതിഷ്ഠയില്ല. സർപ്പപ്രതിഷ്ഠ ഉണ്ടാവും, പക്ഷെ കാവ് അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു സർപ്പപ്രതിഷ്ഠ ഈ അടുത്ത പ്രദേശങ്ങളിലെങ്ങും തന്നെയില്ല. സർപ്പപ്രതിഷ്ഠയുള്ളിടത്ത് കാവ് ഉണ്ടായിക്കൊള്ളുന്നില്ല, കാവുള്ളിടത്ത് സർപ്പപ്രതിഷ്ഠ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് രണ്ടും കൂടി ഒത്ത് ഉള്ള ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് ഇവിടെ. ഇരുവരും ക്ഷേത്രത്തിൽ രാവിലെ 5:30 നട തുറക്കും. കഴിഞ്ഞാൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം. കഴിഞ്ഞാൽ 8 മണി 8:15 കൂടിയിട്ട് ആദ്യത്തെ ഉഷപൂജ കഴിക്കും. അത് കഴിഞ്ഞാൽ 9:15 കൂടിയിട്ട് ഉച്ചപൂജയും 10 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 5:30 തുറക്കും. 6:30 ആകുമ്പോഴേക്കും ദീപാരാധന, 7 മണിയാകുമ്പോഴേക്കും ക്ഷേത്ര നട അടയ്ക്കും. അതാണ് സാധാരണ ദിവസങ്ങളിൽ. പിന്നെ ഉത്സവം, അതുപോലെ തന്നെ പാർവതീ ദേവിയുടെ നട തുറപ്പുള്ള സമയം, അപ്പോൾ ഒക്കെ അതിനനുസരിച്ചിട്ട് വൈകി വരും. തിരുവൈരാനിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ രൗദ്രഭാവത്തിലാണ് കുടിയിരിക്കുന്നതെങ്കിലും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് സമയം മഹാദേവൻ വളരെ സന്തോഷവാനായി കാണപ്പെടുന്നു. ആ നടതുറപ്പ് സമയങ്ങളിൽ ശ്രീപാർവതി ദേവി മംഗളവരദായിനിയായി മാറുന്നു. ആ സമയത്ത് മഹാദേവനെയും ശ്രീപാർവതി ദേവിയെയും ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൈവരുകയും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരുവൈരാനിക്കുളം മഹാദേവ ക്ഷേത്ര ദർശനം പൂർണ്ണമാവണമെങ്കിൽ സന്താനഗോപാല മൂർത്തിയായ ഇരവിപുരത്തപ്പനെയും ദർശനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ദർശന പുണ്യവും ഫലസിദ്ധിയും കൈവരികയുള്ളൂ എന്നാണ് വിശ്വാസവും അനുഭവവും. എൻ്റെ പേര് അകവൂർ കുഞ്ഞനി എന്ന് പോയിരിപ്പാട്. ഇരുവൂരും ക്ഷേത്രത്തിലെ രക്ഷാധികാരിയാണ്. അതുപോലെ തന്നെ അകവൂർമന കുടുംബത്തിലെ കാരണവരുമാണ്. നമ്മുടെ കാലകാലങ്ങളിലായിട്ട് ഈ ഇരുവൂരം ക്ഷേത്രം അകവൂർമനയുടെ അധീനതയിലും ഭരണത്തിലായിരുന്നു. അതിനുശേഷം അടുത്ത കാലത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഭരണം സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. വളരെയധികം ഐശ്വര്യമുള്ളൊരു ക്ഷേത്രമാണ്. കാരണം അന്നൊക്കെ നമ്മൾ ഈ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ തിരുവൈരാനിക്കുളം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞാൽ
തിരിച്ചു വരുമ്പോൾ എങ്ങനെയായാലും ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്തിട്ടേ വരുള്ളൂ. കാരണം എല്ലാവരും തന്നെ ഈ നാട്ടിലെ കാരൊക്കെ തന്നെ അങ്ങനെയാണ്. കാരണം അത് അവിടെയും രണ്ട് ദിക്കിലും ദർശിച്ചാലേ വേണ്ടത്ര പുണ്യം കിട്ടുള്ളൂ, അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്നാണ് അന്ന് മുതൽ എൻ്റെ വിശ്വാസം. ഇന്നും ആ ആചാരങ്ങൾ തുടർന്നു വരികയാണ്. അതുമാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ ഇതിന് എനിക്ക് കഷ്ടിച്ച് ഓർമ്മയുണ്ട്. ഒരു 50 കൊല്ലത്തിന് 80 ഒരു 75 കൊല്ലം ഒക്കെ മുമ്പാണ് ഈ അവിടെ ഉത്സവം ഉണ്ടായത് ഗംഭീരമായിട്ട്. അതേവരെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉത്സവമൊക്കെ നിർത്തിപ്പോയത്. അന്ന് മൂന്നാല എഴുന്നള്ളിച്ചുള്ള വലിയ ഉത്സവവും അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സദ്യയും അങ്ങനെയൊക്കെയുള്ള ഗംഭീരമായിട്ടുള്ള രീതിയിൽ നടത്തിപ്പെടുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പിന്നെ അടുത്ത കാലത്ത് പിന്നെ അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു നൂലാമലകളിൽ പിന്നെ അതൊക്കെ നിന്നു പോവുകയുണ്ടായത്. ഇന്നും ആ ക്ഷേത്രം വളരെ ഐശ്വര്യമുള്ളതും വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വേണ്ട രീതിയിലുള്ള എല്ലാ അനുഗ്രഹം കൊടുക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ് അവിടെ വരുന്നത്. മാത്രമല്ല, ഈ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ലബ്ധിയും അതുപോലെ തന്നെ മറ്റുള്ള ഐശ്വര്യങ്ങളൊക്കെ ഈ വിഷ്ണുദേവൻ അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അനുഭവങ്ങളും ഇഷ്ടം പോലെയുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ ഇവിടെ വന്ന് തൊഴാറുള്ളതാണ്. ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. കൂടുതലും പ്രാർത്ഥിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട വഴിപാടുകളും നടത്തി. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. 10ാം ക്ലാസ്സിലായിരുന്നു, അത് പാസ്സായി, നല്ല ഇതിൽ തന്നെ പാസ്സായി. ഇപ്പോൾ ആ സ്കൂളിൽ തന്നെ പഠിക്കാനും പറ്റി, ഹയർ സ്റ്റഡീസിന് ചേർന്നിട്ടുണ്ട്. അതൊക്കെ വളരെ വിശ്വാസമാണ്. എന്താ പറയുക, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു വിഘ്നവും വരുത്താറില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴും വന്ന് തൊഴുന്നുണ്ട്. ഇപ്പോൾ വിചാരിക്കാതെയാണ് എൻ്റെ മോൻ്റെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് പഞ്ചവാദ്യത്തിൻ്റെ ക്ലാസ്, തിമില ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് വന്ന് ചേർന്നു. എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് തോന്നുന്നു. മോനെ ചേർത്തതിൻ്റെ കൂടെ തന്നെ എനിക്കും അതിന് ചേരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് അതും തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ പഞ്ചവാദ്യത്തിൻ്റെ തിമില ക്ലാസ്, അതേപോലെ ഇടയ്ക്കയുടെ ക്ലാസ്, അതൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് നല്ല ഭംഗിയായിട്ട് അരങ്ങേറ്റവും നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഐശ്വര്യമുള്ള ഒരു കണ്ണനിരിക്കുന്ന അമ്പലമാണ്. വളരെ ഭംഗിയായിട്ട് നടന്നു പോണ ഒരു അമ്പലമാണ്. വളരെ വിശ്വാസമാണ് ഇവിടെ വന്ന് തൊഴുന്ന കാര്യത്തിലൊക്കെ. കയ്യിൽ വെണ്ണ വെച്ചിരിക്കുന്ന കണ്ണനാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് കണ്ണനോട് പറയാന്ന് പറയുമ്പോൾ എന്തും നമുക്ക് തുറന്നു പറയാൻ പറ്റും. നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ പറയാൻ പറ്റിയ ഒരു കണ്ണനാണ് ഇവിടെ വന്നിട്ട്. നമുക്ക് എന്തും തുറന്നു പറയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായ അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായാലും അങ്ങനെ എല്ലാത്തിനും നടന്നേക്കണത് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. തിരുവരാണിക്കുളത്ത് തൊഴാൻ വരുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഇരയൂരം ക്ഷേത്രത്തിലും വന്ന് തൊഴാറുണ്ട്. പക്ഷെ നമ്മളുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം നമുക്ക് ഉണ്ടാവും. ഭഗവാനെ നൊന്ത് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അനുഗ്രഹം ഉണ്ടാവും. നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സ് ഇപ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ്. ഇവിടെ തൊഴാൻ വരുമ്പോഴത്തേനും നേരത്തെയൊക്കെ തൊഴാൻ വരുമ്പോൾ ഇവിടെ ഒന്നും പ്രാർത്ഥിക്കും, ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അത് സാധിക്കുകയും ചെയ്തു. ഈ ഭാഗത്ത് തന്നെ വാങ്ങിച്ച്, അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് തൊഴാൻ പറ്റുന്നുണ്ട്. ഇവിടെ നെയ്വിളക്കാണ് കത്തിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ച കത്തിക്കും, നെയ്വിളക്ക് കത്തിക്കാറുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകതയായ വേറെയും വഴിപാടുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ചെയ്താൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാനുമായിട്ട് ഒരു സുഹൃത്തിനെ പോലെയാണ് തോന്നാറ്. കാരണം നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കുമ്പോൾ നമുക്ക് ഭഗവാൻ എന്നതിലേറെ ഒരു സുഹൃത്തിനെ പോലെയാണ് എപ്പോഴും തോന്നാറ്. സംസാരിക്കുമ്പോഴായാലും അങ്ങനെയാണ്. ഭഗവാനോടുള്ള പ്രാർത്ഥനയെക്കാളേറെ നമ്മുടെ ഒരു ദിവസം എന്തൊക്കെ സംഭവിക്കുന്നു, ഇന്നിങ്ങനെയായി, അങ്ങനെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളാണ് കൂടുതലും നടക്കുന്നത്, ഒരു സുഹൃത്തിനെ പോലെ. ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ പഞ്ചവാദ്യ ക്ലാസ്സിന് വന്ന് ചേർന്നത്. ചേരുമ്പോഴായാലും അത് പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 90% പൂർത്തിയായി. അടുത്ത് തന്നെ അരങ്ങേറ്റം കുറിക്കാനും സാധിക്കുന്നു വിചാരിക്കുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ജീവിതത്തിൽ ഏതൊരു സങ്കടം ഉണ്ടാകുമ്പോഴും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകും. കണ്ണൻ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഇരവിപുരത്തപ്പൻ ഒരിക്കലും നമ്മളെ കൈവെടിയില്ല. ഞാൻ പ്രൊഫഷണലായിട്ട് പഞ്ചവാദ്യം ആർട്ടിസ്റ്റാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് വാദ്യലോകത്ത് എല്ലാവരും എന്നെ അംഗീകരിച്ചു തുടങ്ങിയെന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ കൊട്ടാത്ത പല സദസ്സുകളിലും എനിക്ക് കൊട്ടാനുള്ള അവസരം ഞാൻ മനസ്സിൽ വിചാരിച്ച പിറ്റത്തെ കൊല്ലം എനിക്ക് അവിടെ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. ഗുരുവായൂർ
തിരുവമ്പാടി, ഇതൊക്കെ ഈ കണ്ണൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വാദ്യ വിഷയത്തിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇരവിപുരത്തപ്പന്റെ നടയ്ക്ക് വന്ന് തൊഴുമ്പം എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഇതുണ്ട്. എൻ്റെ സങ്കടങ്ങളെല്ലാം ഇവിടെ വന്ന് തൊഴുമ്പോൾ ഉരുകി പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വ്യക്തിപരമായും കുടുംബപരമായും ഞാൻ ഒരുപാട് ഒരു വിഷമം ഉള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ ഞാൻ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും ഇവിടുത്തെ പുരോഹിതനുമായി സംസാരിക്കുകയും അതിനോടനുബന്ധിച്ച് വഴിപാടുകളൊക്കെ നടത്തുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം എൻ്റെ കുടുംബത്ത് ഐശ്വര്യമുണ്ടായി. ഇവിടെ വന്ന് തൊഴുതാൽ, ഇവിടെ വന്ന് വഴിപാട് ഒക്കെ കഴിച്ച് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രവുമായി നിരന്തരമായി ബന്ധപ്പെട്ടാൽ ഒരു കുടുംബത്ത് ശ്രേയസ്സുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള തർക്കവുമില്ല. ഓം നമോ നാരായണായ. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എല്ലാ ദിവസവും പറ്റുന്ന പോലെ തന്നെ ഞാൻ വന്ന് തൊഴാറുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുട്ടികളുണ്ടായതും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് തൊഴുമ്പോൾ നമുക്ക് മനസ്സിനൊരു ശാന്തിയും സമാധാനവും എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ നടതുറപ്പ് ഉത്സവ സമയത്തും ഞങ്ങൾ തിരുവരണക്കുളത്ത് ദേവി ദർശനത്തിനായിട്ട് വരാറുണ്ട്. ഓരോ പ്രാവശ്യം അവിടെ വരുമ്പോൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമായ ഇരവിപുരത്തപ്പനെ വന്ന് കണ്ട് തൊഴുതിട്ട് പോകാറുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു പോകുന്നു. ഇരവിപുരം ശ്രീകൃഷ്ണൻ കുട്ടികളുടെ കളിത്തൊഴനാണ്. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തിയും ചുറുചുറുക്കും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരുടെ കുട്ടികളുമായി ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾ വിദ്യാരാജഗോപാല മന്ത്രത്തലിക നടയിൽ സമർപ്പിച്ച് ഭഗവാന് പാൽപ്പായസം വഴിപാടായി സമർപ്പിച്ച് അവിൽ പറയും നിറച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും കുട്ടികൾക്ക് സേവിക്കുന്നതിനായി 41 ദിവസത്തെ നെയ്യ് നൽകുന്നു. ഈ നെയ്യ് സേവിച്ചാൽ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവർ മിടുക്കരായി തീരുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. ഇരവിപുരത്തപ്പന്റെ തിരുനടയിൽ കൈകൂപ്പി നിൽക്കുന്നവർക്കെല്ലാം ചതുർബാഹുവായ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന അനുഭവവും ശാന്തിയുമാണ് കൈവരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഈ ഇരവിപുരം ശ്രീകൃഷ്ണനെ ദർശനം ചെയ്യുന്നതിനായി ദിനംതോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഇരുവിരുത്തപ്പ ശരണം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇന്ന് വളരെയേറെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ ഏറ്റവും കൂടുതൽ സൽസന്താന സൗഭാഗ്യദായകനായതുകൊണ്ട് തന്നെ സൽസന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ശ്രേയസ്സിനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇരവിപുരത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഗുരുവായൂരിൽ പോകാൻ കഴിയാത്ത ആളുകൾ വിശിഷ്ട പ്രത്യേക നാളുകളിലും എല്ലാം ഇവിടെ വന്ന് ഇരവിപുരത്തപ്പനിൽ ഗുരുവായൂരപ്പനെ ദർശിച്ച് പുണ്യം നേടിക്കൊണ്ടു പോകുന്ന കാഴ്ച നമുക്ക് സ്ഥിരമായി കാണാൻ കഴിയും. ഇതൊക്കെയാണ് നമുക്ക് ഇരവിപുരത്തപ്പനെ സംബന്ധിച്ചിടത്തോളം ഇരവിപുരത്ത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട്. നല്ലൊരു അലങ്കാര ഗോപുരം ക്ഷേത്രത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. നല്ലൊരു ഓഡിറ്റോറിയം ഒന്നും കൂടെ വികസിപ്പിച്ചെടുക്കണമെന്നുണ്ട്. പ്രധാനപ്പെട്ട ഗോപുരങ്ങൾ എല്ലാം ഒന്ന് വികസിപ്പിക്കണമെന്നുണ്ട്. നല്ലൊരു അലങ്കാര ഗോപുരം പണിത് തീർക്കണമെന്നുണ്ട്. പടിഞ്ഞാറ നടയിൽ നല്ലൊരു നടപ്പന്തൽ തീർക്കണമെന്നുണ്ട്. അതുപോലെ അന്നദാന മണ്ഡപം ഒന്നും കൂടെ പുതുക്കി പണിയണം. അന്നദാന മണ്ഡപത്തിൽ എല്ലാ തിരുവോണ നാളിലും മാസത്തിലും തിരുവോണ നാളിൽ തിരുവോണ ഊട്ട് നടക്കുന്നു. അത് പല ഭക്തജനങ്ങളും സ്പോൺസറായിട്ട് ചെയ്യുന്നതാണ്. അത് സന്താന ലബ്ധിക്കായിട്ടും സന്താനങ്ങളുടെ ശ്രേയസ്സിനായിട്ടും ഒക്കെ എല്ലാ തിരുവോണ നാളിലും തിരുവോണ പൂജയും അതേപോലെ തന്നെ തിരുവോണ ഊട്ടും നടത്താനായിട്ട് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെ ഭഗവാന്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ നടവറപ്പ് കാലത്താണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ മറ്റേ ദശാവതാരം ചന്ദനം ചാർത്ത് നടത്തുന്നത്. നടവറപ്പിൻ്റെ പിറ്റേ ദിവസം മുതൽ ദശാവതാരം തുടങ്ങിയാൽ നടവറപ്പ് അവസാനിക്കുന്ന അന്ന് വിശ്വരൂപത്തോടു കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് 11 ദിവസം ആണ്. അതെല്ലാം ആ നടവറപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് നടന്നു വരുന്നതായി ചന്ദനം ചാർത്ത്. അപ്പം ഇതെല്ലാം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അത് ചന്ദനം ചാർത്ത് കാണാനായിട്ടാണെങ്കിലും ഭഗവാന്റെ ദർശനം നടത്താനായിട്ടാണെങ്കിലും എല്ലാം നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അവർക്കെല്ലാം വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾക്ക് രാവിലെ 11 മണി തൊട്ട് 1:30 വരെ അന്നദാനം നടത്തി വരുന്നുണ്ട്. കഞ്ഞിയാണ് അന്നദാനം നടത്തി വരുന്നു. ഇതെല്ലാം ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യങ്ങളാണ്
എല്ലാത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് വളരെ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തികളുടെയും സഹായം കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കിഴക്ക് വശത്ത് മാത്രമാണ് നടപ്പന്തലുള്ളൂ. ഈ ചുറ്റും നടപ്പന്തലുണ്ടാക്കണം. അതുകൂടാതെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ കൂടുതലുണ്ടാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ ഈ തിരുവോണോട്ടായിട്ട് നടത്തുന്നുള്ളൂ. കൂടാതെ ഈ 12 ദിവസത്തിലൂടെ വരുന്ന എല്ലാവർക്കും അന്നദാനം നടത്തി വരുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് അന്നദാനം കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അതേ പ്രതീകമുള്ളൊരു കൃഷ്ണനാണ് ഇവിടെയുള്ളത്. കേരളത്തിൽ വേറെ ഒരിടത്തും ഇതുപോലെയുള്ളൊരു പ്രതിഷ്ഠയില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നുള്ള ഒരു മോഹമാണ് ഞങ്ങൾ കമ്മിറ്റിക്കാർക്കുള്ളത്. ശ്രീപാർവതി ദേവിയുടെ നടതർപ്പോടനുസരിച്ച് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളിൽ ഭൂരിഭാഗവും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാണ് പോകാറുള്ളത്. ഇനിയും അവർക്കുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു കാര്യം ഈ കമ്മിറ്റിക്കുണ്ട്. അതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ നടപ്പന്തലും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ നല്ലൊരു തുകയുടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാവരുടെയും ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വികസനമാണ് മെയിനായിട്ട് ഇനി ബാക്കിയുള്ളത്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇനിയും സ്ഥലങ്ങൾ മേടിക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ പടിഞ്ഞാറ് വശത്തുള്ള ഗോപുരം ഇപ്പോൾ അത് പുതുക്കി പണിതേ പറ്റുമോ. അതിപ്പോൾ വഴിയിലാണ് നിൽക്കുന്നത്. അത് ഇങ്ങോട്ട് മാറ്റി ക്ഷേത്രത്തിനോടനുബന്ധിച്ച സ്ഥലത്ത് പുതുക്കി പണിയേണ്ട ആവശ്യമുണ്ട്. കൂടാതെ കക്കൂസുകൾ കുളിമുറിയൊക്കെ കൂടുതലുണ്ടാക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടി സ്ഥലം മേടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നല്ല ഭാരിച്ച ചിലവാണ് നമുക്ക് വരുന്നത്. അതിന് ഈ ഭക്തജനങ്ങളുടെ അകവഴിഞ്ഞ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിന് ഭക്തജനങ്ങളുടെ അകവഴിഞ്ഞ സഹായകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ഷേത്ര സന്നിധി. ഇരവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് ആഘോഷിച്ചു വരുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത്. 80 വർഷങ്ങൾക്ക് ശേഷം 2023 ക്ഷേത്രോത്സവം പുനരാരംഭിച്ചത്. നിരവധി പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് ശേഷമാണ് 2023 ഉത്സവം ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടത്തപ്പെട്ടത്. പുരാതന കാലത്ത് വളരെ ഗംഭീരമായിട്ട് ഉത്സവം നടന്നൊരു ക്ഷേത്രമാണിത്. പിന്നെ അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് 80 വർഷക്കാലമായി ഉത്സവം മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം 2023 വീണ്ടും ഉത്സവം പുനരാരംഭിച്ചത്. അത് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകി എല്ലാവരും സഹകരിച്ചിരുന്നു. പിന്നെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർത്തൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. 2025 ക്ഷേത്രത്തിലെ ഉത്സവം അതിവിപുലമായ രീതിയിലാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗുരുവായൂരിൽ നിന്നും തൻ്റെ പരമഭക്തനൊപ്പം തുണയ്ക്കായി ഇറങ്ങി ഈ നാട്ടിലെത്തിയതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനായ ഇരവിപുരത്തപ്പൻ. തിരുവൈരാണിക്കുളം മഹാദേവന്റെ രൗദ്രഭാവത്തെ തൻ്റെ പുഞ്ചിരി കൊണ്ടും കുസൃതി കൊണ്ടും ശാന്തനാക്കുന്ന ഭഗവാൻ ഈ നാടിൻ്റെ സന്തോഷമാണ്. ആശ്രിത വത്സലനും ഭക്തവത്സലനുമായ ഇരവിപുരത്തപ്പനെ ദർശനം ചെയ്യാൻ കഴിഞ്ഞത്
വളരെ പുണ്യമായി കരുതുന്നു. ഇരവിപുരം വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും ഉപപ്രതിഷ്ഠകളായ മഹാദേവന്റെയും ഗണപതിയുടെയും നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു. ക്ഷേത്രസന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി